Hi students, first of all I wish you a good day. Plus 2 ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് സംഷാദ്, ഫിസിക്സ് ഫാക്കൽറ്റി, PPMHSS കൊട്ടുക്കര. പ്ലസ് 2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഐഡിയാസ് എത്രയാണ്? ചാർജ്, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്, methods of charging, force between charges, electric field lines, electric flux and Gauss theorem. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം മാറ്ററിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി, ബേസിക് പ്രോപ്പർട്ടികളിൽ ഒന്നാണ് മാറ്ററിന് മാസ് ഉണ്ട് എന്നുള്ളത്. മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാറ്ററിന് ചാർജ് ഉണ്ട് എന്നുള്ളത്. Okay, so one of the intrinsic property of matter is mass and another property is charge. First year നമ്മൾ മാസിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സെക്കൻഡ് ഇയറിൽ നമ്മൾ മാറ്ററിൻ്റെ ചാർജ് എന്നുള്ള പ്രോപ്പർട്ടിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം, ആറ്റം എന്നുള്ള കാര്യം. നമുക്കറിയാം ജനറലി ആറ്റത്തിൽ പ്രോട്ടോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ജനറലി പറയാറുണ്ട് ആറ്റം ഈസ് ന്യൂട്രൽ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് ആറ്റം ന്യൂട്രൽ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം? അതിന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജിനെ കുറിച്ചാണ്. നമുക്കറിയാം ചാർജ് ഓഫ് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ charge of electron is നിങ്ങൾക്കറിയാം minus 1.6 into 10 raised to minus 19 Coulomb. ഈ Coulomb എന്താണെന്ന് നമുക്ക് പറയാം. അതുപോലെ ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് നിങ്ങൾക്കറിയായിരിക്കും, ഇറ്റ് ഈസ് പ്ലസ് 1.6 into 10 raised to minus 19 Coulomb. ആകെയുള്ള വ്യത്യാസം മൈനസ് ആൻഡ് പ്ലസ്. ഓക്കെ, ആൻഡ് ദർ ഈസ് നോ ചാർജ് ഫോർ ന്യൂട്രോൺ. ഓക്കെ, നോ ചാർജ് ഫോർ ന്യൂട്രോൺ. ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള മറ്റു റീസൺ ഉണ്ട്. കോർക്സ് എന്നുള്ള ഐഡിയയിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, അപ്പോൾ എന്തുകൊണ്ടാണ് ആറ്റം ന്യൂട്രൽ ആയത് എന്ന് വെച്ചാൽ എന്തു പറയും? എന്താ ആറ്റം ന്യൂട്രൽ ആവാൻ കാരണം? ആറ്റത്തിലുള്ള പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം സെയിം ആണ്. സോ ചാർജ് ഓഫ് ഇലക്ട്രോണും പ്രോട്ടോണും സെയിം ആയതുകൊണ്ട്, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആയതുകൊണ്ട് ടോട്ടൽ ചാർജ് ഓഫ് ആറ്റം ഈസ് 0. അപ്പോൾ നമ്മൾ ആറ്റത്തിനെ എന്ത് വിളിക്കും? ന്യൂട്രൽ. സോ ജനറലി ആറ്റംസ് ആർ ന്യൂട്രൽ, മീൻസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഓക്കെ, അങ്ങനെയുള്ള ആറ്റംസ് ഉള്ള ഒരു ബോഡീനെ നമ്മളിപ്പോൾ എന്ത് വിളിക്കും? ന്യൂട്രൽ ബോഡി എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ചാർജ്? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പോയിന്റ്സ് പറയാം. നോക്കൂ, ന്യൂട്രൽ ബോഡി, ഓക്കെ, ന്യൂട്രൽ ബോഡി, ദെൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി, and the third one is, first point is neutral body, second one is positively charged body, and third one is negatively charged body. ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി, ആൻഡ് അഗെയിൻ നോ ഡൗട്ട് ന്യൂട്രൽ ബോഡി. നോക്കൂ, നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും ന്യൂട്രൽ ബോഡി മീൻസ്, ഒരു ബോഡി ന്യൂട്രലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ആ ബോഡിയിലുള്ള എല്ലാ ആറ്റത്തിലും കൂടി നോക്കിയാൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എല്ലാ ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കാം, എല്ലാ ആറ്റത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നോക്കാം, ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂട്രൽ ബോഡി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസിക് ആയിട്ടുള്ള അവസ്ഥ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിനുടെയും ചാർജ് നമുക്കറിയാം, ടോട്ടൽ പോസിറ്റീവ് ചാർജ് പ്ലസ് ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്യുമ്പോൾ 0 വരും. ദാറ്റ്സ് വൈ വി യൂസ് ടു സേ ദ ബോഡി ഈസ് ന്യൂട്രൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സി, നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് -1.6 × 10⁻⁻19, പ്രോട്ടോണിന്റെ ചാർജ് +1.6 × 10⁻⁻19. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, പോസിറ്റീവ് ആണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാം, പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുതലാണ്, അതായത് ആ ബോഡിയിൽ കുറച്ചുകൂടി അധികം പ്രോട്ടോൺസ് വന്നു എന്ന് പറയാം. തിരിച്ചു പറയാം, ആ ബോഡിയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് പോയി എന്ന് പറയാം. അപ്പോഴും പോസിറ്റീവ് ചാർജിന് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം പ്രോട്ടോൺസ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനോ കഴിയില്ല. റീസൺ എന്തായിരിക്കും? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. ഓക്കെ, പക്ഷേ ഇലക്ട്രോൺസിനെ നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റും, ബിക്കോസ് ദേ ആർ റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. റൈറ്റ്? അപ്പോൾ നോക്കൂ, അപ്പോൾ ബേസിക് റീസൺ, ഒരു ബോഡീനെ ചാർജ് ചെയ്യാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇലക്ട്രോണിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റുള്ളൂ. സോ അപ്പോൾ ശ്രദ്ധിച്ചോളൂ. സി, ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ, ഒരു ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ, ആ ബോഡിയിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശിക്കുന്നത് അതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പക്ഷെ രണ്ടിൻ്റെ റീസൺ ആരാണ്? ഇലക്ട്രോൺ ആണ്. അതെങ്ങനെ വരുന്നു? സി, പറയാം. പോസിറ്റീവ് ചാർജ്ഡ് ബോഡി എന്ന് പറഞ്ഞാൽ അർത്ഥം ജനറലി ഇലക്ട്രോൺസും പ്രോട്ടോൺസും സെയിം ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന്, അതിൽ ആറ്റംസിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എല്ലാറ്റിലും സെയിം ആണ്. അങ്ങനെ ഒരു ബോഡിയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ആരധികമായിട്ട് വരും? പ്രോട്ടോൺസ് എക്സസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ആ ബോഡി എന്തായി? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയി. സി, അപ്പോൾ നെഗറ്റീവ് ചാർജ്ഡ് ആയത് എങ്ങനെയാണെന്ന് നോക്കൂ. അതിലേക്ക് അതിൽ നിന്നുള്ള പ്രോട്ടോൺസ് പോയതല്ല. ഇൻസ്റ്റഡ് സി, വേറെ ഏതെങ്കിലും ആറ്റംസ് നിന്നുള്ള ഇലക്ട്രോൺസ് ഈ ബോഡിയിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ജനറലി ആ ബോഡി ന്യൂട്രൽ ആയിരുന്നു, പിന്നെ അതിലേക്ക് കുറച്ച് ഇലക്ട്രോൺസ് വന്നു. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് വരും, ബിക്കോസ് അതിൽ ഇലക്ട്രോൺസ് കൂടുതലാണ്. ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ബോഡിയിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സെക്കൻഡ് കേസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. എന്താണ്? ആ ബോഡിയിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലാണ്, ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണ്. കാരണം എന്താണ്? അതിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെട്ടു. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് ബോഡി, പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഈസ് ഡെഫിഷ്യൻറ്റ്. ഡെഫിഷ്യൻ്റ് ആണ് കുറവ്. ഓക്കെ, ഡെഫിഷ്യൻറ്റ് ഓഫ് some electrons. Okay, electron or electrons, deficient of electron or electrons. ഇലക്ട്രോൺസിന്റെ കുറവ്, ഒരു ഇലക്ട്രോണിന്റെയോ ഒന്നിലധികം ഇലക്ട്രോൺസിന്റെയോ കുറവ് വരുന്നതിനാണ്. അങ്ങനെ വരുമ്പോഴാണ് ആ ബോഡി എന്താവുന്നത്? പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. അപ്പോൾ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ആ ബോഡിയിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ മേക്സ് എ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി മീൻസ് ആ ബോഡിയിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ കേസിൽ ഓക്കെ, ആ ബോഡിയിൽ ഇലക്ട്രോൺസ് കുറച്ച് എന്താണ്? എക്സസ് ആണ്. ഇലക്ട്രോൺസ് എക്സസ് ആണ്. ഇലക്ട്രോൺസ് എക്സസ് ആണെന്ന് മീൻസ് വേറെ ഏതോ ആറ്റംസ് എന്നുള്ള കുറച്ച് ഇലക്ട്രോൺസ് ആ ബോഡിയിലേക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്തപ്പോൾ ആ ബോഡിയുടെ ചാർജ് എന്തായി? നെഗറ്റീവായി. ഇലക്ട്രോൺസ് എക്സസ് ആയി. അപ്പോൾ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് മേക്സ് എ ബോഡി നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പോൾ ചാർജ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി അല്ല, ഇറ്റ്സ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ചാർജ് എന്നുള്ള ക്വാണ്ടിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സിമ്പൽ, ചാർജ് ഇസ് റെപ്രസെന്റഡ് ബൈ എ സിമ്പൽ സ്മോൾ q or capital Q, and it is a physical quantity. It's not a fundamental quantity, it's a derived quantity. Okay, and it is represented by small q or capital Q. Okay, നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്ന ഒരു ഐഡിയ ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ. ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. കറണ്ട് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചാർജ് ഫ്ലോയിങ് പെർ യൂണിറ്റ് ടൈം. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ മെഷറാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ചാർജ് എന്നുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ Q = IT എന്ന് നമുക്കെടുക്കാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കറണ്ട് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആയിരുന്നു, പക്ഷേ ചാർജ് എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. സോ വാട്ട് വിൽ ബി ദ ഡയമെൻഷൻ ഓഫ് ചാർജ്? Q. See, dimension of charge Q is I. Its current, its dimension is a raised to 1 and its time and it is t raised to 1. ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചാർജ് എന്താണ്? ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. Its dimension is a raised to 1, t raised to 1. Okay, and again unit of charge. Unit of charge. SI unit ആണ് നമുക്ക് ആവശ്യമുള്ള ഈ ചാപ്റ്ററിൽ, അതുകൊണ്ട് അത് പറയാം. SI unit of charge is, okay, SI unit of charge is Coulomb. ചാൾസ് അഗസ്റ്റിൻ ഡി കൂളും എന്നുള്ള സയൻറ്റിസ്റ്റിൻ്റെ ഓർമ്മക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് കൂളും. ഓക്കെ, സോ SI യൂണിറ്റ് ഓഫ് ചാർജ് ഇസ് കൂളും. ദർ ആർ CGS യൂണിറ്റ്സ്, ESU എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്, EMU എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് യൂണിറ്റ്, അങ്ങനെയൊക്കെ യൂണിറ്റ്സ്. സ്റ്റാറ്റ് കൂളും എന്നും പറയും ESUവിനെ. ഓക്കെ, എനിവേ SI യൂണിറ്റ് ഓഫ് ചാർജ് ഇസ് കൂളും. പക്ഷേ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാർജിൻ്റെ എമൗണ്ട് ഇറ്റ് വിൽ ബി ആൾവേസ് വെരി 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 സ്മാൾ. ഓക്കെ, അപ്പോൾ 1 കൂളും എന്നുള്ള ചാർജ് ഒന്നും നോർമലി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളെ ചാപ്റ്ററിൽ പോസിബിൾ അല്ല. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാർജ് റെസ്റ്റിലുള്ള ചാർജസിനെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ഈ ചാപ്റ്ററിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നും പറയാറുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് മീൻസ് ഇലക്ട്രോ മീൻസ് റിലേറ്റഡ് വിത്ത് ചാർജ്, സ്റ്റാറ്റിക്സ് മീൻസ് സംതിങ് അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലുള്ള ചാർജിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ വി യൂസ് ടു സേ ദാറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, ദാറ്റ്സ് വൈ നമ്മൾ SI യൂണിറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നു. അതിൽ 1 കൂളും എന്നുള്ള ചാർജൊക്കെ വളരെ ബിഗ് വാല്യൂ ഓഫ് ചാർജാണ്. അതുകൊണ്ട് തന്നെ കൂളും SI യൂണിറ്റ് ആണെങ്കിലും 1 കൂളുമ്പിൻ്റെ താഴെ മാത്രമേ ചാർജുകൾ വരുള്ളൂ, വാല്യൂ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിനെ SI പ്രഫിക്സുകൾ യൂസ് ചെയ്യും. മില്ലി കൂളും, അതേപോലെ മൈക്രോ കൂളും, അതുപോലെ നാനോ കൂളും, അതുപോലെ പൈക്കോ കൂളും, ഈ പ്രഫിക്സുകൾ മുന്നിൽ യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മില്ലി കൂളും എന്ന് പറഞ്ഞാൽ 10⁻³ കൂളും, 1/1000. ഓക്കെ, മൈക്രോ കൂളും മീൻസ് 10⁻⁻6 കൂളും, നാനോ കൂളും മീൻസ് 10⁻⁻9 കൂളും, ആൻഡ് പൈക്കോ കൂളും മീൻസ് 10⁻12 കൂളും. Because in electrostatics the charge value is very much less than 1 coulomb. Anyway, the SI unit is coulomb and its dimension is A⁻⁻1, T⁻⁻1. So that is the unit and dimension of charge. Okay, ഒരു കാര്യം കൂടി ഓർക്കുക, ചാർജ് cannot exist without mass, but mass can exist without charge. നേരത്തെ പറഞ്ഞു മാസ് ന്യൂട്രൽ ആയിട്ട് നിൽക്കാം, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് നിൽക്കാം, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് നിൽക്കാം. അപ്പോൾ മാസിന് എക്സിസ്റ്റ് ചെയ്യാൻ ചാർജ് നിർബന്ധമില്ല, ന്യൂട്രൽ ആയിട്ടും എക്സിസ്റ്റ് ചെയ്യാം. സോ മാസ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ചാർജ്. മാസിന് ചാർജ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാം, ടോട്ടൽ ചാർജ് 0 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. ബട്ട് ചാർജ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് മാസ്. ചാർജ് എന്നുള്ള ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ മാസ് വേണം. കാരണം ചാർജ്ഡ് ബോഡീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചാർജ് എന്ന് വിളിക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ആലോചിച്ച് നോക്കൂ, ഇലക്ട്രോണിൻ്റെ കാര്യം, അതുപോലെ പ്രോട്ടോണിൻ്റെ കാര്യം. ഇലക്ട്രോണിനും പ്രോട്ടോണിനും എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പം മാസിലാണ് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നത്, മാസുള്ള ബോഡിയിലാണ്, പാർട്ടിക്കിൾസിലാണ് ചാർജ് ഉള്ളത്. പക്ഷെ ചാർജ് ഒരു മാസിന് നിർബന്ധമല്ല. സോ വി യൂസ് ടു സേ ലൈക്ക് ദിസ്, മാസ് can exist without charge, but charge cannot exist without mass. See, ഇനി നമ്മൾ പറയുന്ന എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്നാണ്. ജനറലി നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് ഉദ്ദേശിച്ച് ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ദേ ക്യാൻ കണ്ടക്ട് ചാർജ്. ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന, ഫ്ലോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ വേറെ പേര് കൂടി യൂസ് ചെയ്യും. ഇൻസുലേറ്റേഴ്സിനെ ഡൈ ഇലക്ട്രിക്സ് എന്ന് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞ അർത്ഥം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. ഈ ചാപ്റ്ററിൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് മെറ്റൽസ് ആണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതും ആവാം, പ്ലാസ്റ്റിക് ആവാം, പേപ്പർ ആവാം, ഓക്കെ, അങ്ങനെയുള്ള ഏത് മെറ്റീരിയലും ആവാം. ഓക്കെ, ഇതാണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. നോക്കൂ, ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, കണ്ടക്ടേഴ്സ് മീൻസ് സബ്സ്റ്റൻസസ് വിച്ച് അലോ കറണ്ട് ഈസിലി ത്രൂ them. They are called as conductors. All metals, copper, iron, aluminum. Human body is a very good conductor. Okay, animal bodies are a good conductor. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ ബോഡി കണ്ടക്ടർ ആണെന്ന് അല്ലേ. See, second one is insulators, materials which resist the flow of charge through them.
are called insulators. Wood, മരം, പ്ലാസ്റ്റിക്, നൈലോൺ, റബ്ബർ, സിൽക്ക് എക്സെട്ര ഇൻസുലേറ്റേഴ്സ് ആയിട്ട് നമ്മൾ കേബിൾസിനൊക്കെ കൊടുക്കുന്ന ഇൻസുലേറ്റേഴ്സിൻ്റെ പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. ബേസിക് ഡിഫറൻസ് ഈസ് കണ്ടക്ടേഴ്സിൽ ചാർജ് കാരിയേഴ്സ് ഉണ്ടാവും, ചാർജിനെ ക്യാരി ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇൻസുലേറ്റേഴ്സിൽ ചാർജ് കാരിയേഴ്സ് ഇല്ല. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മെറ്റൽസിൻ്റെ കേസ് എക്സാമ്പിളായിട്ട് എടുത്താൽ കണ്ടക്ടേഴ്സിൽ മെറ്റൽസ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ മെറ്റൽസ് ഹാവ് ഫ്രീ ഇലക്ട്രോൺസ്. ആറ്റത്തിനോട് ന്യൂക്ലിയസിനോട് ബൗണ്ട് ചെയ്തല്ലാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ട് മെറ്റൽസിൽ. സോ ആ ഇലക്ട്രോൺസ് യൂസ് ചെയ്ത് ചാർജിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ ദേ ഹാവ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അങ്ങനെയുള്ള ചാർജ് കാരിയേഴ്സ് ഉള്ള ബോഡീസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് വിളിക്കുക. ഇൻസുലേറ്റേഴ്സിൽ എല്ലാ ഇലക്ട്രോൺസും ന്യൂക്ലിയസുമായിട്ട് അട്രാക്റ്റഡ് ആണ്, ബൗണ്ട് ആണ്. ഓക്കെ, സോ ദേ ആർ നോട്ട് ഫ്രീ. സോ ചാർജ് ക്യാരി ചെയ്യാൻ ചാർജ് കാരിയേഴ്സ് ഇല്ലാത്ത മെറ്റീരിയൽസിനെയാണ് എന്ത് വിളിക്കുക? ഇൻസുലേറ്റേഴ്സ് ഓർ ഡൈഇലക്ട്രിക്സ് എന്ന് വിളിക്കാം. സി, ഇപ്പം എങ്ങനെ ഒരു ബോഡീനെ ഇനി ചാർജ് ചെയ്യാം? വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് യു ക്യാൻ ചാർജ് എ ബോഡി? നമ്മൾ ജനറലി പറയും മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഓക്കെ, മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡീനെ എങ്ങനെ ചാർജ് ചെയ്യാമെന്നാണ്. അതെങ്ങനെയാവാം നിങ്ങൾക്കറിയാം. ഒരു ബോഡിയിൽ നിന്ന് എങ്ങനെയൊക്കെ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യാനോ ആഡ് ചെയ്യാനോ ഒരു ബോഡിയിലേക്ക് ആഡ് ചെയ്യാനോ പറ്റും, അതൊക്കെ ചാർജിങ്ങിൻ്റെ മെത്തേഡാണ് അല്ലേ? അപ്പോൾ അതിൽ ചില മെത്തേഡ്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, ഒരു ബോഡീനെ ചാർജ് ചെയ്യാനുള്ള മെത്തേഡ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. ഓക്കെ, രണ്ടാമത്തേത് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയും. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. തേർഡ് വൺ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇറ്റ്സ് നോട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇറ്റ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. സി, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. നമുക്കറിയാവുന്ന ഒരു കോമൺ എക്സ്പെരിമെൻറ്റ്, നിങ്ങൾ നേരത്തെ സ്കൂളിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു കോമൺ എക്സ്പെരിമെൻറ്റ് നോക്കൂ. സി, വി ഹാവ് എ ഗ്ലാസ് റോഡ്. ഓക്കെ, ഒരു ഗ്ലാസ് റോഡ് എടുക്കുക. ആ ഗ്ലാസ് റോഡിനെ നമ്മൾ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടും, ഫോർ എക്സാമ്പിൾ ഒരു സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ടും, അതൊരു പെയറാണ്, ഗ്ലാസ് റോഡും സിൽക്കും. അങ്ങനെ ഒരുപാട് പെയേഴ്സ് ഉണ്ട്. ഓക്കെ, പ്ലാസ്റ്റിക് റോഡിനെ വൂൾ എന്ന് പറയുന്ന ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് പെയേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഗ്ലാസ് റോഡും സിൽക്കും. ഇപ്പോൾ ഒരു ഗ്ലാസ് റോഡിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? റബ്ബ് ചെയ്യുക, ഉരയ്ക്കുക. റബ്ബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൻ്റെ മുകളിൽ മറ്റേത് ഉരയ്ക്കുക. അപ്പോൾ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഒരു ബോഡിയിൽ നിന്ന് വേറെ ബോഡിയിലേക്ക്, അടുത്ത ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത. ഇത് ഇൻസുലേറ്റർ ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. പക്ഷേ റബ്ബ് ചെയ്യുമ്പോൾ ഫോഴ്സ് കാരണം, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കാരണം ആ ഇലക്ട്രോൺസിന് ഒരു സർഫസിൽ നിന്ന് മറ്റേ സർഫസിലേക്ക് എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. വളരെ കുറച്ച് ഇലക്ട്രോൺസ് അങ്ങനെ മറ്റു ബോഡിയിലേക്ക് റിമൂവ് പോവുള്ളൂ. ഓക്കെ, എനിവേ അങ്ങനെ ഒരു ഗ്ലാസ് റോഡിനെ ഒരു സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യാം. എന്നിട്ട് ആ ഗ്ലാസ് റോഡിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് തൂക്കിയിട്ടു. അവിടെ സിൽക്ക് ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചത്, ഇൻസുലേറ്റർ ആവാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വേറെ ഇതുപോലെ ഉരച്ചിട്ടിരിക്കുന്ന റബ്ബ് ചെയ്തിരിക്കുന്ന വേറെ ഗ്ലാസ് റോഡ് എടുത്ത് നോക്കൂ. ആ ഗ്ലാസ് റോഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദീസ് ടു ഗ്ലാസ് റോഡ്സ് ആർ റിപ്പലിംഗ് ഈച്ച് അതർ. അതേസമയം ഒരു പ്ലാസ്റ്റിക് റോഡിനെ വൂൾ എന്ന് പറയുന്ന ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യാം. ഓക്കെ, ഈ വൂൾ എന്നുള്ള ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്തിട്ട് ആ തേർഡ് ഫിഗറിലേക്ക് നോക്കൂ. ആ പ്ലാസ്റ്റിക് റോഡിനെ ഈ ആദ്യത്തെ ഗ്ലാസ് റോഡിലേക്ക് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ദേ ആർ ഗെറ്റിംഗ് അട്രാക്റ്റഡ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഗ്ലാസ് റോഡിൻ്റെ ചാർജും പ്ലാസ്റ്റിക് റോഡിൻ്റെ ചാർജും സെയിം അല്ല. ഓക്കെ, പിന്നീട് നമുക്ക് ഈ ഇലക്ട്രിഫിക്കേഷൻ സീരീസിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഗ്ലാസ് റോഡ് അക്വയർ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജാണ്, അതുപോലെ പ്ലാസ്റ്റിക് റോഡ് അക്വയർ ചെയ്യുന്നത് നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, ഒരു കാര്യം കൂടി പറയാം. വെൻ യു റബ് ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്, ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സിൽക്ക് ക്ലോത്തിന് കിട്ടിയിരിക്കുക നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ എന്തായിരുന്നു മനസ്സിലാക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ഗ്ലാസ് റോഡും സിൽക്കും റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ്സിന് പോസിറ്റീവ് കിട്ടിയാൽ അർത്ഥം ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് മിസ്സായി. അപ്പോൾ അതെവിടെ ഉണ്ടാവും? സിൽക്ക് ക്ലോത്തിലുണ്ടാവും. അപ്പോൾ ഗ്ലാസ് റോഡിന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടിയോ അത്രയായിരിക്കും സിൽക്ക് ക്ലോത്തിൻ്റെ നെഗറ്റീവ് ചാർജ്. അതേപോലെ when you rub plastic rod with wool, okay, what is happening? See, the plastic rod is getting negative charge. അപ്പോൾ wool ക്ലോത്തിന് എന്താ കിട്ടിയിട്ടുണ്ടാവുക? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ദാറ്റ് മീൻസ് വൂൾ ക്ലോത്തിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് പ്ലാസ്റ്റിക് റോഡിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ട് സർഫസുകൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർഫസിൽ നിന്ന് വേറെ സർഫസിലേക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ്
ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നിൻ്റെ മാസും മറ്റേതിൻ്റെ മാസും സെയിം ആണോ എന്ന് വെച്ചാൽ അല്ല. കാരണം എന്താ, ഓരോ ഇലക്ട്രോണിനും മാസില്ലേ. അപ്പോൾ രണ്ട് ബോഡീസ് റബ്ബ് ചെയ്താൽ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ചാർജ് ബോഡിക്ക് കുറച്ച് മാസ് കൂടി ഉണ്ടാവും. എത്ര ഇലക്ട്രോൺസ് ആണോ വന്ന് അത്രയും മാസ് കൂടി ഉണ്ടാവും. മറ്റേ ബോഡിക്കോ അത്ര ഇലക്ട്രോൺസ് എന്ന് റിമൂവ് ചെയ്തില്ലേ, അപ്പോൾ ആ ബോഡിയുടെ അത്രയും മാസ്, എത്ര ഇലക്ട്രോൺസ് പോയിട്ടുണ്ടോ അത്രയും മാസ് എന്തുണ്ടാവും, കുറവുണ്ടായിരിക്കും. ഇലക്ട്രോണിൻ്റെ മാസ് നിങ്ങൾക്ക് അറിയില്ലേ, 9.1 × 10⁻31 കിലോഗ്രാം ഓരോ ഇലക്ട്രോണിൻ്റെയും മാസ്. അപ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോഡി പോസിറ്റീവ് ആവും, മറ്റേ ബോഡി നെഗറ്റീവ് ആവും ബൈ റബ്ബിംഗ് വൺ. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ. ഇങ്ങനെ ഒരുപാട് സീരീസുകളുണ്ട്. അതിലൊന്നാണ് പ്ലാസ്റ്റിക് റോഡ് വിത്ത് വൂൾ, അതുപോലെ ഗ്ലാസ് റോഡ് വിത്ത് സിൽക്ക്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇതിലെല്ലാം ഒരു ബോഡീനെ വേറൊരു ബോഡിയിട്ട് റബ്ബ് ചെയ്യുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ഒരു സർഫസിൽ നിന്ന് വേറെ സർഫസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. സോ ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി. സ്വാഭാവികമായിട്ടും മാസും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ആ ബോഡിയുടെ മാസിലും വ്യത്യാസം ഉണ്ടാവും. ഇതാണ് ഒരു മെത്തേഡ്, ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയും. ഇനി നമുക്ക് പറയാനുള്ളത് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്നാണ്. ഓക്കെ, ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഒരു എക്സാമ്പിൾ എടുക്കാം. സി വി ഹാവ് എ ഗ്ലാസ് റോഡ്, ചാർജ് ഗ്ലാസ് റോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലാസ് റോഡ്, ഇഫ് ഇറ്റ് ഇസ് ടച്ച് വിത്ത് ദാറ്റ് മെറ്റൽ സ്ഫിയർ. ഓക്കെ, ആ വെറുതെ ന്യൂട്രൽ ആയിരുന്ന ഒരു മെറ്റൽ സ്ഫിയർ ആണ്. അതിനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ആ മെറ്റൽ സ്ഫിയറിനെ ടച്ച് ചെയ്യിപ്പിച്ചു വരിക. നേരത്തെ മെറ്റൽ സ്ഫിയർ ചാർജഡ് അല്ലായിരുന്നു. ആ മെറ്റൽ സ്ഫിയറിൻ്റെ ചാർജഡ് ആയിട്ടുള്ള ഗ്ലാസ് റോഡുമായിട്ട് ടച്ച് ചെയ്യിപ്പിച്ചു. എന്താ സംഭവിക്കുന്നത്, ഈ ഗ്ലാസ് റോഡിൽ നിന്ന് കുറച്ച് എമൗണ്ട് ചാർജ് ആ മെറ്റൽ സ്ഫിയറിലേക്ക് പോയി. നൗ ദ സ്ഫിയർ ഈസ് നോട്ട് ന്യൂട്രൽ, ഇറ്റ്സ് എ ചാർജ്ഡ് സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്, ചാർജിങ് ബൈ എന്ത് വിളിക്കാം, നമുക്കിതിനെ എന്ത് വിളിക്കാം, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയാം. എന്താ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു അൺചാർജ്ഡ് ബോഡീനെ ചാർജ്ഡ് ബോഡിയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ആ ബോഡിയിലേക്ക് ചാർജിനെ കുറച്ച്, ഈ ബോഡിയിൽ നിന്ന് ചാർജ് ആ ബോഡിയിലേക്ക് ഫ്ലോ ചെയ്യിപ്പിക്കുക, അങ്ങനെ ആ ബോഡീനെ ചാർജ് ചെയ്യുക. ദാറ്റ് ഈസ് നോൺ ആസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, ദെൻ ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണ്. എങ്ങനെ ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യാം? ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സി വി ഹാവ് എ ഗ്ലാസ് റോഡ്, ചാർജ് ഗ്ലാസ് റോഡ്, പോസിറ്റീവ്ലി ചാർജ് ഗ്ലാസ് റോഡ്, ആൻഡ് വി ഹാവ് എ ന്യൂട്രൽ മെറ്റൽ സ്ഫിയർ. കണ്ടില്ലേ? സി ആ ന്യൂട്രൽ മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇനി ഈ ഗ്ലാസ് റോഡ് അടുത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കൂ. അതടുത്ത് നോക്കൂ എന്താ സംഭവിക്കുക. ഈ മെറ്റൽ സ്ഫിയറിൽ എന്തുണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ ഇലക്ട്രോൺസും ഉണ്ട്. പക്ഷെ മെറ്റൽ സ്ഫിയറിൽ ഇലക്ട്രോൺസിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ, എന്താ, ദേ ക്യാൻ മൂവ് വാണ്ടർ, ദേ ക്യാൻ മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ. ഓക്കെ, എൻ്റെ സർഫസിലോ അതൊക്കെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മെറ്റൽസിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താ സംഭവിക്കുക, ഇങ്ങനെ ഗ്ലാസ് റോഡ് അതിനെ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ പോസിറ്റീവ് ചാർജ്ഡ് ഗ്ലാസ് റോഡ് കാരണം ആ എൻഡിലേക്ക് നേരത്തെ പല സ്ഥലത്തും ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് ഈ എൻഡിലേക്ക് ഡ്യൂ ടു ദ അട്രാക്ഷൻ, നമുക്കറിയാം പോസിറ്റീവ് ചാർജസ് നെഗറ്റീവ് ചാർജസിന് എന്ത് ചെയ്യും, അട്രാക്ട്, ലൈക്ക് ചാർജസ് എന്ന് പറയും അല്ലേ. പ്ലസ് പ്ലസ് മൈനസ് മൈനസ് നമ്മൾ ലൈക്ക് ചാർജസ്, അവർ തമ്മിൽ റിപ്പൽ ചെയ്യാണ് ചെയ്യുക. പ്ലസ് ആൻഡ് മൈനസ് നമ്മൾ എന്ത് വിളിക്കും, അൺലൈക്ക് ചാർജസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, അവരെന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഗ്ലാസ് റോഡ് ഇതിനെ ടച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ, മെറ്റൽ സ്ഫിയറിനെ ടച്ച് ചെയ്യുന്നില്ല. ടച്ച് ചെയ്യാതെ അടുത്ത് വെച്ചാൽ ആ മെറ്റൽ സ്ഫിയറിലെ ഇലക്ട്രോൺസ് ഈ പോസിറ്റീവ് ചാർജ്ഡ് റോഡിൻ്റെ അടുത്ത് വന്ന് നോക്കും. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആ സ്ഫിയറിൻ്റെ എൻഡ്, ഗ്ലാസ് റോഡിൻ്റെ അടുത്തുള്ള എൻഡ് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യാം, ബിക്കോസ് ദ ഇലക്ട്രോൺസ് ആർ വെരി ക്ലോസ് ടു ദം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മെറ്റലിലെ കുറേ ആറ്റംസിൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ടും റിമൂവ് ചെയ്തു മാറി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റേ എൻഡിലുള്ള ആറ്റംസിന് ഇതേ എമൗണ്ട് പോസിറ്റീവ് ചാർജ് കാണിച്ചിരിക്കുന്നു. ഓക്കെ, അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോസസ്സിനാണ് എന്ത് വിളിക്കുക, ഇൻഡക്ഷൻ. അപ്പോൾ എന്താണോ കണ്ടത് അതിനാണ് എന്ത് പറയുക, ഇൻഡക്ഷൻ. ഇനി ഈ ഗ്ലാസ് റോഡ് റിമൂവ് ചെയ്ത് വരിക, ഇത് പഴയ പോലെ ആവും. അപ്പോൾ ഈ ബോഡി ചാർജ്ഡ് ആണോ? അപ്പോൾ അല്ല. ഓക്കെ, ഇനി എങ്ങനെ ചാർജ് ചെയ്യാം അതാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. സി ഇനി ഇതിനെ എങ്ങനെ ചാർജ് ചെയ്യുന്നു നോക്കൂ. ഇതിനെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഈ മെറ്റൽ സ്ഫിയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ മെറ്റാലിക് സ്ഫിയറിൻ്റെ നോക്കൂ, ആ പോസിറ്റീവ് ചാർജ്ഡ് എൻഡില്ലേ, മെറ്റൽ സ്ഫിയറിൻ്റെ പോസിറ്റീവ് സൈഡില്ലേ, ആ പോസിറ്റീവ് സൈഡിൽ നിന്ന് എർത്തിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കും. അത് നമ്മൾ വിളിക്കുക എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് എന്നാ പറയാം. എന്താണ് എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് എന്നാണ് പറയാം.
നമ്മൾ കേട്ടിട്ടുണ്ടാവും സർക്യൂട്ടിലൊക്കെ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഗ്രൗണ്ടിങ് ഓർ എർത്തിങ് എന്ന് പറയും. എന്താ സംഭവം? ഈ മെറ്റൽ സ്ഫിയറിൻ്റെ ഇവിടെ ഇപ്പം നെഗറ്റീവ് ചാർജഡ് ആണ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ്ലി ചാർജഡ് ആണ്. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജഡ് എൻഡിന് എർത്തിലേക്ക് ഒരു മെറ്റൽ വയർ കൊണ്ട് കണക്ഷൻ കൊടുക്കുക. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്രൗണ്ടിങ് എന്ന്. അതവിടെ ആനിമേഷനിൽ കാണിച്ചിട്ടില്ല. എനിവേ, ഗ്രൗണ്ടിങ് കൊടുക്കുക. ഇപ്പം എന്താ സംഭവിക്കുക? നിങ്ങൾക്കറിയാം, എർത്ത് ഈസ് എ വെരി ഗുഡ് കണ്ടക്ടർ, abundant of free electrons. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ചാർജസിനെ എർത്തിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് കയറി വരും ഈ മെറ്റൽ വയറിലൂടെ. എന്നിട്ട് ഈ പോസിറ്റീവ് ചാർജിന് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ പിന്നെ ഇവിടെ എന്ത് കാണൂല? പോസിറ്റീവ് ചാർജസ് കാണൂല. അതാണ് അടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൗണ്ടിങ് പ്രോസസ്സ് നടന്നാൽ മാത്രമേ ആ മെറ്റൽ സ്ഫിയർ എന്താവുള്ളൂ? ചാർജ്ഡ് ആവുള്ളൂ. ഓക്കെ, ഇതാണ് മെറ്റൽ സ്ഫിയറിൻ്റെ പ്രത്യേകത. അങ്ങനെ ആ മെറ്റൽ സ്ഫിയറിൽ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഗ്രൗണ്ടിങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ നിൽക്കില്ല. കാരണം ഇവിടെ പോസിറ്റീവ് ചാർജിൻ്റെ അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഈ ഗ്രൗണ്ടിങ് റിമൂവ് ചെയ്യുക, ഈ ഗ്ലാസ് റോഡ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ സ്ഫിയർ ഇങ്ങനെ നിൽക്കില്ല. പിന്നെ ഈ നെഗറ്റീവ് ചാർജസ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. സോ ദാറ്റ് ദ നെഗറ്റീവ് ചാർജസ് വിൽ യൂണിഫോംലി സ്പ്രെഡ് ഓവർ ഇറ്റ്സ് സർഫസ്. ഓക്കെ, അതെന്താ കാര്യം? മെറ്റലാണ്, ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ചാർജസ് മൂവ് ചെയ്ത് മാക്സിമം ഡിസ്റ്റൻസിൽ നോക്കും ഇൻ ഓർഡർ ടു അവോയ്ഡ് ദർ റിപ്പൽഷൻ. അപ്പോൾ ഇത് ഇപ്പോൾ സ്ഫിയർ എന്തായി? നെഗറ്റീവ്ലി ചാർജഡ് ആയി. ഇനി ഇതേപോലെ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇൻഡക്ഷനിൽ പറയാനുണ്ട്. നോക്കൂ, ഇൻഡക്ഷനിൽ തന്നെ രണ്ട് മെറ്റൽ സ്ഫിയർ നമ്മളെ കയ്യിലുണ്ട്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് മെറ്റൽ സ്ഫിയർ എ ആൻഡ് ബി. രണ്ടും ചാർജഡ് അല്ല, ന്യൂട്രലാണ്. അൺചാർജ്ഡ് മെറ്റൽ സ്ഫിയേഴ്സ് എ ആൻഡ് ബി. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ ചാർജ് ചെയ്യാം? ഒന്നിനെ പോസിറ്റീവായിട്ടും ഒന്നിനെ നെഗറ്റീവായിട്ടും എങ്ങനെ ചാർജ് ചെയ്യാം എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. അതിന് നമ്മൾ ഇങ്ങനെ നോക്കൂ. ഇതിൽ ഈ രണ്ട് മെറ്റൽ സ്ഫിയറിനെ നമ്മൾ എന്ത് ചെയ്തു? ടച്ച് ചെയ്യിപ്പിച്ചു. സെക്കൻഡ് ഫിഗറിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് മെറ്റാലിക് സ്ഫിയേഴ്സും എന്ത് ചെയ്തു? ടച്ച് ചെയ്യിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇനി ഈ ടച്ച് ചെയ്തിരിക്കുന്ന മെറ്റൽ സ്ഫിയറിൻ്റെ അടുത്തേക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന പോലെ ഒരു ഗ്ലാസ് റോഡ് കൊണ്ടുവന്നു. പോസിറ്റീവ് ചാർജ് ടച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഇൻഡക്ഷനിൽ കൊണ്ടുവരുന്ന ഇൻഡ്യൂസിങ് ചാർജ് പിന്നെ മെറ്റൽ സ്ഫിയറിനെ ടച്ച് ചെയ്യുന്നില്ല. ഇൻ കോണ്ടാക്റ്റ് അല്ല, ഔട്ട് ഓഫ് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അത് വരക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനെ ടച്ച് ചെയ്യിപ്പിച്ച് വരക്കരുത്. ഏത്? നമ്മൾ കൊണ്ടുവരുന്ന ഗ്ലാസ് റോഡ് ഒരിക്കലും മെറ്റൽ സ്ഫിയറിനെ ടച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്നാൽ എന്താ സംഭവിക്കുക? ആ ഗ്ലാസ് റോഡ് ഈ രണ്ട് മെറ്റാൽ സ്ഫിയർ ടച്ച് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ഫിഗറിലേക്ക് നോക്കൂ. അവിടെ ടച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു എൻഡ് മൈനസ് ആവും, മറ്റേ എൻഡ് പോസിറ്റീവ് ആവും. ഓക്കെ, സെക്കൻഡ് ഫിഗർ. ഓക്കെ, അപ്പോൾ ആ സെക്കൻഡ് ഫിഗറിൽ നോക്കൂ, ഇതാണ് സംഭവിക്കുന്നത്. ഇതാ ഗ്ലാസ് റോഡ് കൊണ്ടുവന്നു. അപ്പോൾ ഒരു എൻഡ് നെഗറ്റീവ്ലി ചാർജറായി, മറ്റേ എൻഡ് പോസിറ്റീവ് ചാർജറായി. എന്നിട്ട് എന്ത് ചെയ്തു? അതേ സമയത്ത് തന്നെ ആ രണ്ട് മെറ്റാലിക് സ്ഫിയറിനെ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. ഒന്നുകൂടി നോക്കൂ. രണ്ട് സ്ഫിയർ ഇപ്പോൾ ടച്ചിങ്ങിലാണ്. ഇങ്ങനെ പ്ലസ് മൈനസ് ആയതിനു ശേഷം ആ സ്ഫിയേഴ്സിനെ എന്ത് ചെയ്തു? ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു. അതാണ് അടുത്ത ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഫിഗറിൽ നോക്കൂ, ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഗ്ലാസ് റോഡ് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ മൈനസും പ്ലസും, എയിലും ബിയിലുള്ള മൈനസും പ്ലസും അട്രാക്ട് ചെയ്യും. അപ്പോൾ ഒരു ഫേസ് ടു ഫേസ് വരും. ഓക്കെ, ഇനി ഫൈനൽ സ്റ്റേജിൽ നോക്കൂ, ആ രണ്ട് മെറ്റാലിക് സ്ഫിയേഴ്സിനെ എന്ത് ചെയ്തു? ഇനി ചെയ്യുന്നു നോക്കൂ, എന്താ ചെയ്തു നോക്കൂ? ഫാർ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിൽ അട്രാക്ഷൻ കുറവായിരിക്കും, ദൂരം കൂടിയില്ലേ. അപ്പോൾ പിന്നെ ഈ ചാർജസ്, എയിലുള്ള ചാർജ് അതിൽ യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ബിയിലുള്ള ചാർജ് അതിലും യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ നോക്കൂ, എന്താണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ദ മെത്തേഡ് ഓഫ് ചാർജിങ് വിത്തൗട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാതെയാണ് ഒരു ബോഡീനെ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചാർജ് അക്കേർഡ് ബൈ ബോഡീസ് ഓപ്പോസിറ്റ് ടു ദ ചാർജിങ് ബോഡി. ആ ചാർജ്ഡ് ബോഡിയുടെ ചാർജ് ഏതാണോ, കൊണ്ടുവരുന്ന ചാർജ് ഏതാണോ, അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജാണ് നമുക്ക് ആ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റുക. നോ ലോസ് ഓഫ് ചാർജ് ഫോർ ചാർജിങ് ബോഡി. കൊണ്ടുവരുന്ന ബോഡിയിലെ ചാർജ് എന്താവുന്നില്ല? നഷ്ടമാവുന്നില്ല. പിന്നെ സെയിം ബോഡി ക്യാൻ ബി യൂസ് ടു ചാർജ് ഡിഫറെൻറ്റ് ബോഡീസ്. ഒരേ ബോഡി കൊണ്ട് തന്നെ എത്രയും ചാർജുകളെയും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓർക്കുക, ഒരു സിംഗിൾ സ്ഫിയർ ആയിരുന്നെങ്കിൽ നമുക്ക് ഗ്രൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് വഴി മാത്രമേ അതിനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ടു സ്ഫിയേഴ്സ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കേസിലാണെങ്കിൽ രണ്ട് ബോഡീസിനെ ചാർജ് ചെയ്യാൻ ഗ്രൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് ആവശ്യമില്ല. ഇതാണ് 3 മെത്തേഡ്സ്. ജനറൽ മെത്തേഡ്: ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ
ഇൻഡക്ഷൻ 3 മെത്തേഡ്സ് ചാർജ്. ഇതല്ലാതെ ഒരുപാട് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ബോഡീനെ ചാർജ് എങ്ങനെയൊക്കെ ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു ബോഡിയിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യാം, ഈ പ്രോസസ്സിലെല്ലാം നമുക്ക് ആ ബോഡീനെ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് ആണ്. ചാർജിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആവാം? ഓക്കെ, അതിൽ ബേസിക് ആയിട്ടുള്ള 4 പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, വൺ ഈസ് additive property of charge, and second one is conservation of charge, and third one is quantization of charge, and fourth one നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കാര്യം ലൈക്ക് ചാർജസ്, ഒരേപോലുള്ള ചാർജസ്, പ്ലസ് പ്ലസ് ചാർജസ്, മൈനസ് മൈനസ് ചാർജസ് അല്ലേ, ലൈക്ക് ചാർജസ് പറയൂ റിപ്പൽ അല്ലേ, ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഓക്കെ, 4 പ്രോപ്പർട്ടീസ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ചാർജ്. എന്താണ് ചാർജ്? അഡിറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു ബോഡി എടുക്കുക, അതിൽ കുറേ എമൗണ്ട് ചാർജ് ഉണ്ടെന്ന് നോക്കൂ. ആ ബോഡിയിൽ കുറേ ചാർജ് ഉണ്ടെന്ന് ആയിരിക്കും. ഇത്രയും ചാർജ് ഉണ്ട് ഈ ബോഡിയിൽ, ഒരു +5Q ഉണ്ട്, +7Q ഉണ്ട്, +3Q ഉണ്ട്. അങ്ങനെയാണ് ഈ ബോഡിയുടെ ടോട്ടൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ എല്ലാ ചാർജും ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടി? +15Q. വേറൊരു എക്സാമ്പിൾ നോക്കൂ, വേറൊരു ബോഡി അതിലെ ചാർജ് നോക്കൂ, +5Q, -10Q, +2Q, ദെൻ -Q. ഇത്രയും ചാർജ് ഉണ്ട്, അതിനെ ആഡ് ചെയ്യാണ്. +5Q +-10Q +2Q +-Q. അപ്പോൾ എത്ര വന്നു? -4Q. അപ്പോൾ ആ ബോഡി നെഗറ്റീവ് ചാർജിലാണ്. ഈ ബോഡിയോ ആദ്യത്തെ ബോഡിയോ പോസിറ്റീവ് ചാർജ്. എങ്ങനെ മനസ്സിലായി? ഈ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലെ ചാർജ് എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കി. എന്ത് അഡീഷൻ നടത്തി? ആൽജിബ്രിക് സം എന്ന് പറഞ്ഞാൽ additive property എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് എ ബോഡി ഈസ് ദ ആൽജിബ്രിക് സം ഓഫ് ഓൾ ചാർജസ് ഇൻ ദാറ്റ് ബോഡി. ഒരു ബോഡിയിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ആ ബോഡിയിലെ ഡിഫറെൻറ്റ് ചാർജസിൻ്റെ ആൽജിബ്രിക് സം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ആറ്റം ഈസ് ന്യൂട്രൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. ആറ്റം ന്യൂട്രൽ ആയത് എങ്ങനെ? ചാർജസിനെ ആഡ് ചെയ്തപ്പോൾ ആൽജിബ്രിക് സം എടുത്തപ്പോൾ 0 കിട്ടി. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിച്ചു? ന്യൂട്രൽ എന്ന് വിളിച്ചു. ഓക്കെ, അതാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ചാർജ്. അപ്പോൾ ചാർജ് ഈസ് അഡിറ്റീവ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കൂ, ചാർജ് ഈസ് കൺസർവ്ഡ്. ചാർജ് ഈസ് കൺസർവ്ഡ്. ഇറ്റ്സ് എ ലോ, യൂണിവേഴ്സൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു യൂണിവേഴ്സൽ ലോ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ദാറ്റ് ഈസ് ചാർജ് ഈസ് കൺസർവ്ഡ്. എന്താണ് ചാർജ് ഈസ് കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ? ചാർജ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പുതിയ ചാർജ് ക്രിയേറ്റ് ചെയ്യാനോ അതേപോലെ ചാർജിനെ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല. ഓക്കെ, അതായത് അല്ലെങ്കിൽ നമുക്ക് വേറെ സ്റ്റേറ്റ്മെന്റ്, നെറ്റ് ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. നെറ്റ് ചാർജ്, ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവേസ് കോൺസ്റ്റന്റ്. എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, നേരത്തെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഒരു ഗ്ലാസ് റോഡും ഒരു സിൽക്ക് ക്ലോത്ത് ഉപയോഗിച്ച് റബ്ബ് ചെയ്തില്ലേ? അപ്പോൾ ഗ്ലാസ് റോഡ് പോസിറ്റീവായി, സിൽക്ക് ക്ലോത്ത് എന്തായി? നെഗറ്റീവായി. ശ്രദ്ധിക്കൂ, ഇതിൻ്റെ ഈ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടിൻ്റെ കൂടി ടോട്ടൽ ചാർജ് എന്തായിരുന്നു? 0 ആയിരുന്നു. റബ്ബ് ചെയ്യുന്ന ശേഷം ഗ്ലാസ് റോഡിന് പോസിറ്റീവായി, സിൽക്കിന് നെഗറ്റീവായി. പക്ഷേ രണ്ടിൻ്റെ കൂടി ടോട്ടൽ ചാർജ് എടുത്ത് എന്താ? 0 ആണ്. ഓക്കെ, അപ്പോൾ ബിഫോർ റബ്ബിങ് 0 ആയിരുന്നു, ആഫ്റ്റർ റബ്ബിങ് ടോട്ടൽ ചാർജ് എന്താണ്? 0 ആണ്. അപ്പോൾ പുതിയ ചാർജ് ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ആൾറെഡി അവരുള്ള ചാർജ് എന്ത് ചെയ്തു? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ. നമുക്കൊരിക്കലും ചാർജിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, പിന്നെ അതന്നെ നമുക്ക് തിരിച്ചും പറയാം, നെറ്റ് ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് ദ സെയിം. നമുക്ക് ഗ്ലാസ് റോഡ് സിൽക്ക് എന്നുള്ള ഒരു സിസ്റ്റത്തിൽ അതിനെ റബ്ബ് ചെയ്താലും ഇല്ലെങ്കിലും അതിൻ്റെ ടോട്ടൽ ചാർജ് എന്താണ്? ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്താണ്? സെയിം ആണ്. ഒരു ബോഡിയുടെ മാത്രമല്ല, സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ റബ്ബ് ചെയ്യുന്നതിന് മുമ്പുള്ള 2 ബോഡിയും ശേഷമുള്ള 2 ബോഡി എടുത്താൽ ടോട്ടൽ ചാർജ് എന്താണ്? സെയിം ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവേസ് കൺസർവ്ഡ്. കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിരിക്കും, മാറുന്നില്ല. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ടോട്ടൽ ചാർജ് നമുക്ക് ഇനി മാറ്റാൻ കഴിയില്ല. പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇലക്ട്രോൺസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അവിടെ നെഗറ്റീവ് ആവും, ഇവിടെ എന്താവും? പോസിറ്റീവ് ആവും. അപ്പോഴും ടോട്ടൽ ചാർജ് എന്ത് തന്നെയാണ്? സെയിം ആണ്. അപ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കൺസർവ്ഡ് ആണ്. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, ആൻഡ് ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ ലോ. ഒരു എക്സാമ്പിൾ കൂടി കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഒരു എക്സാമ്പിൾ, ന്യൂട്രോൺ ഒരു ന്യൂക്ലിയർ റിയാക്ഷനാണ്. യുറേനിയം 92-235നെ ന്യൂട്രോൺ യൂസ് ചെയ്ത്, ന്യൂട്രോൺ ആണ് 01N01 ന്യൂട്രോൺ.
പ്രൊജക്ടൈലാണ്, ഇടിപ്പിക്കാനാണ്. ഓക്കെ, യുറേനിയമായിട്ട് ഇടിപ്പിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ബേരിയം ഉണ്ടാവും, ക്രിപ്റ്റോൺ ഉണ്ടാവും. ഇതൊരു ഫിഷൻ റിയാക്ഷൻ എന്ന് പറയും, ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ബേരിയവും ക്രിപ്റ്റോണും ഉണ്ടാവും, പ്ലസ് ബൈ പ്രൊഡക്ട്സ് ആയിട്ട് 3 ന്യൂട്രോൺസ് ഉണ്ടാവും. ന്യൂട്രോൺസിന് ആൾറെഡി ചാർജ് ഇല്ല അല്ലേ? ഇനി അപ്പോൾ ബിഫോർ റിയാക്ഷൻ നമുക്കുണ്ടായിരുന്ന യുറേനിയമാണ്. യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. യുറേനിയത്തിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ബിഫോർ റിയാക്ഷൻ യുറേനിയത്തിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 92 ആണ്. അപ്പോൾ ടോട്ടൽ പോസിറ്റീവ് ചാർജ് എത്രയാണ്? 92 ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല അല്ലേ? ഇനി ആഫ്റ്റർ റിയാക്ഷൻ ബേരിയം ഉണ്ടായി, ക്രിപ്റ്റോൺ ഉണ്ടായി. രണ്ടിൻ്റെ അറ്റോമിക് നമ്പർ ആഡ് ചെയ്ത് നോക്കൂ. 56 + 36 എത്ര തന്നെ വരിക? 92 ആണ് വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ആഫ്റ്റർ റിയാക്ഷൻ എത്രയാണ്? 92 ആണ്. ഓക്കെ, അപ്പോൾ ബിഫോർ റിയാക്ഷൻ 92 ആണ് നമ്പർ ഓഫ് പ്രോട്ടോൺ, ആഫ്റ്റർ റിയാക്ഷനും 92 ആണ്. എന്ത് ചെയ്തില്ല? നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് കൂടെ കുറേ ചെയ്തില്ല, രണ്ട് ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ടോട്ടൽ ചാർജ് ഓഫ് an isolated system is always conserved. അടുത്ത പ്രോപ്പർട്ടി ചാർജിന്റെ പ്രോപ്പർട്ടിയാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. നോക്കൂ, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ശ്രദ്ധിക്കൂ. See, the charge possessed by a body will be the integral multiple of basic unit of charge എന്നാണ്. ഓക്കെ, നമുക്കറിയാം ഒരു ബോഡി എങ്ങനെ ചാർജ്ഡ് ആയി എന്ന് ഞാൻ പറഞ്ഞില്ലേ? എങ്ങനെയാ? ആ ബോഡിയിൽ നിന്ന് ഒന്നോ അതിലധികം ഇലക്ട്രോൺസ് ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഒന്നോ ഇലക്ട്രോൺസ് അതിന് റിമൂവ് ചെയ്യുമ്പോഴാണ്. അപ്പം നമുക്ക് ഓരോ ഇലക്ട്രോണിൻ്റെയും ചാർജ് അറിയില്ലേ? അപ്പോൾ ആ ബോഡിയുടെ ടോട്ടൽ ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തിട്ടുണ്ട് നോക്കുക. അതാണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ആ എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു നോക്കുക. ആ എണ്ണത്തിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിന് എത്ര പോസിറ്റീവ് ചാർജ് കിട്ടി അല്ലെങ്കിൽ എത്ര നെഗറ്റീവ് ചാർജ് കിട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് എന്ത് വിളിക്കുക? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. നോക്കൂ, ദ ചാർജ് possessed by a body, charge of a body is the integral multiple of basic unit of charge. ഓക്കെ, നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. Q is equal to പ്ലസ് ഓർ മൈനസ് NE. പ്ലസ് ആവാം, ബോഡിയുടെ ചാർജ് പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താവും? മൈനസ് ആവും. ഓക്കെ, NE എന്ന് പറയും. ഓക്കെ, N എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു എന്നാണ്. ഓക്കെ, അപ്പോൾ N is an integer 1 2 3 4 etc. It cannot be 1.5 or 2.3. പറ്റില്ല. 1 2 3 4 കാരണം ഒരു ഇലക്ട്രോണോ 2 ഇലക്ട്രോണോ ആണ് റിമൂവ് ചെയ്യപ്പെടുക, അല്ലാതെ 1.5 ഇലക്ട്രോൺ റിമൂവ് ചെയ്യോ? ഇല്ല. അപ്പോൾ 1 2 3 4 മൾട്ടിപ്പിൾസ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് ഓഫ് ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ. 1.6 × 10⁻⁻19 കൂളും. മനസ്സിലാവുണ്ടോ? ഇതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. അതിന് എന്ത് മനസ്സിലാക്കാം? കണ്ടിന്യൂസ് വാല്യൂസ് ഓഫ് ചാർജസ് ആർ നോട്ട് പോസിബിൾ. ചാർജിന്റെ വാല്യൂസിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ഏറ്റവും മിനിമം ചാർജ് എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും മിനിമം ചാർജ് തരുന്ന ഒരു ഇലക്ട്രോണിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെയോ ചാർജാണ്. കാരണം ഏറ്റവും മിനിമം ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ചെറിയ ചാർജ് എത്രയായിരിക്കും ഒരു ബോഡിക്ക് പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ചെറിയ ചാർജ് ഒരു ബോഡിക്ക് പോസിബിൾ ആയിട്ടുള്ള ചാർജ് പ്ലസ് ഓർ മൈനസ് 1.6 × 10⁻⁻19 കൂളും. നോക്കൂ, ഇക്വേഷൻ നോക്കൂ. N-ന് 1 കൊടുക്കുമ്പോഴല്ലേ അത് സംഭവിക്കുക. അതാണ് ഏറ്റവും ചെറിയ ചാർജ്. അടുത്ത ചാർജ് എത്രയാ? 2 × അടുത്ത ചാർജ് എത്രയാ? 3 × അപ്പോൾ എന്ത് സ്റ്റെപ്പ്? 1 2 3 4 മൾട്ടിപ്പിൾസ് ആണ്. അതിനാണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുക. അപ്പോൾ കണ്ടിന്യൂസ് വാല്യൂസ് പോസിബിൾ അല്ല, ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചാർജസ് ആണ് പോസിബിൾ ആയിട്ടുള്ളൂ. ഇത് നേരത്തെ പ്രൂവ് ചെയ്താണ്. ഇതിൽ കേട്ടിട്ടുണ്ടാവും ഒരു എക്സ്പെരിമെന്റ്, മില്ലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് കെമിസ്ട്രിയിൽ കേട്ടിട്ടുണ്ടാവും. ആ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ 1 കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം Q = NE ആണ് ഇപ്പോൾ കിട്ടിയത്. ഓക്കെ, Q 1 കൂളമ്പാണ്. അപ്പോൾ N എത്രയായിരിക്കും? N is equal to Q/E. അപ്പോൾ = 1 കൂളും ബൈ ഇലക്ട്രോണിന്റെ ചാർജ് 1.6 × 10⁻⁻19 കൂളും. ഇതിന്റെ വാല്യൂ ആണ് ആ കൊടുത്തിരിക്കുന്നത് 6.25 × 10⁻18 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു കൂളും ചാർജ് ഒരു ബോഡിക്ക് പ്ലസോ മൈനസോ ഉണ്ടാവണമെങ്കിൽ അതിലേക്ക് 6.25 × 10⁻18 ഇലക്ട്രോൺസിന് ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യണം. അപ്പോൾ അത് നോർമലി പോസിബിൾ അല്ല ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. അതുകൊണ്ട് തന്നെ 1 കൂളം ചാർജ് നോർമലി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്.
ഇതാണ് quantization of charge. So these are the 4 basic properties of charge: additive property of charge, conservation of charge, quantization of charge, and the fourth one basic ആയിട്ടുള്ള property എന്താണ്? Like charges. ഒരേ ടൈപ്പ് ചാർജ് പ്ലസ് ചാർജസ് അല്ലെങ്കിൽ മൈനസ് ചാർജസ് അവരെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ലൈക്ക് ചാർജസ് എന്നാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ. പിന്നെ അൺലൈക്ക് ചാർജസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ദേ വിൽ അട്രാക്ട്. ഓക്കെ, ഇനി നമ്മൾ ചാർജിൻ്റെ ഇൻറ്ററാക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ചാർജിൻ്റെ എങ്ങനെ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എങ്ങനെ ചാർജുകൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? അത് ഗ്രാവിറ്റേഷൻ ലോഡ് അതേപോലെ ചാൾസ് അഗസ്റ്റിൻ ഡി കൂളും എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊണ്ടുവന്ന ഐഡിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോൺ ആസ് കൂളുംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. കൂളുംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. റസ്റ്റിലിരിക്കുന്ന രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ മനസ്സിലാക്കാം എന്നതിൻ്റെ ലോ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇറ്റ്സ് നോൺ ആസ് കൂളുംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നോക്കൂ, കൂളുംസ് ലോ കൊണ്ടുവന്നിരിക്കുന്നത് ചാൾസ് അഗസ്റ്റിൻ ഡി കൂളംബാണ് ഇൻ 1785. ഓക്കെ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്കത് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചാർജുകൾ, ഈ കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നോക്കൂ, ഇങ്ങനെ പറയാം, ശ്രദ്ധിച്ചോളൂ. ദ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ. റസ്റ്റിലിരിക്കുന്ന ചാർജ് തമ്മിലുള്ള ഫോഴ്സ് എന്നുള്ളതിന് നമ്മൾ പറയാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നാണ് പറയാം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ, അതിനെ കോമൺ ആയിട്ട് ഇൻറ്ററാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു the product of their charges. ആ ചാർജുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, വാല്യൂ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ, Q1 into Q2 എന്നൊക്കെ പറയാം. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. നമ്മൾ ഗ്രാവിറ്റേഷൻ ലോയിൽ എങ്ങനെ പറഞ്ഞിരുന്നത്? പ്രോഡക്റ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സെയിം ഐഡിയ. ഓക്കെ, മാസ് എന്നുള്ളതിന് പകരം എന്താണ്? ചാർജാണ്. ഓക്കെ, ആൻഡ് this force always act along the line joining of two charges. ഈ കൂളംസ് ലോയിൽ പറയുന്ന ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇതൊക്കെ സെൻട്രൽ ഫോഴ്സുകളാണ്. എന്താണ് സെൻട്രൽ ഫോഴ്സിൻ്റെ പ്രത്യേകത? സെൻട്രൽ ഫോഴ്സുകൾ ആക്ട് ചെയ്യുക ഈ രണ്ട് ബോഡീസ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ലൈൻ ജോയിനിങ് എന്ന് പറയും. ചാർജുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ, അതിലൂടെയാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് ദിസ് ഫോഴ്സ് ആൾവേസ് ആക്ട്സ് അലോങ് ദ ലൈൻ ജോയിനിങ് ഓഫ് ടു ചാർജസ് എന്നാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചോളൂ. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് attraction or repulsion between 2 point charges is directly proportional to the product of magnitude of their charges and inversely proportional to the square of the distance between them. And this force always acts along the line joining of two charges. നോക്കൂ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്നുള്ളതിനെ നമ്മൾ എഫ് എന്നോ എഫ് എന്നോ കൊടുക്കും. is directly proportional to product of multiplication magnitude of their charges Q1 into Q2 and inversely proportional to the square of the distance 1 by r square. കോമൺ ആയിട്ട് എഴുതാറ്. ഓക്കെ, ഇതാണ് കൂളംസ് ലോ. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാം. എഫ് ഇ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു Q1 into Q2 by r square. Right? And this is what is the mathematical form of Coulomb's law. Okay, in air this proportionality constant K is given as a special constant. K is given as 1 by 4 pi epsilon 0. It is read as epsilon 0. Okay, epsilon, pinna vada 0 undu, epsilon 0, 1 by 4 pi epsilon 0, and its value is 9 into 10 raised to 9. 9 into 10 raised to 9. Okay, Newton meter square Coulomb square inverse. യൂണിറ്റ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവുണ്ടാവും. കെ മാത്രം അവിടെ നിർത്താം, ബാക്കിയുള്ളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് യൂണിറ്റ് കിട്ടും. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ Coulomb സ്ക്വയർ ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് എയറിലുള്ള വാല്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ഇ is equal to 1 by 4 pi epsilon 0 Q1 into Q2 by r square. This is the equation
number 1 for electrostatic force in air. അപ്പോൾ എയറിലുള്ള electrostatic ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. നോക്കൂ, അത് ഞാൻ ഇവിടെ ഒന്ന് പ്രസന്റ് ചെയ്യാം. നോക്കൂ, രണ്ട് ചാർജുകളാണ് Q1 and Q2. ഓക്കെ, ആ രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് R. Then the electrostatic force is directly proportional to product of their charge, magnitude of their charges, and inversely proportional to the square of the distance between them. അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും ഒക്കെ ഈ ലോ ഇതുപോലെ വാലിഡ് ആണ്. നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൻ്റെ സൈൻ എടുക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷനൊക്കെ മാർക്ക് ചെയ്യുന്നത്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈസ് ഓക്കെ K is equal to 1 by 4 pi epsilon 0. Okay, then F is equal to 1 by 4 pi epsilon Q1 Q2 by R square. Epsilon 0 is called as, and this epsilon 0 is called as permittivity of free space. Free space, air, vacuum, ഇതെല്ലാം നമ്മൾ ഒരേപോലെയാണ് എടുക്കുന്നത്. ഇപ്പോൾ എയർ എന്ന് പറഞ്ഞാലും ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞാലും വാക്യൂം എന്ന് പറഞ്ഞാലും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരേപോലെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് നമുക്കറിയാലോ 1 by 4 pi epsilon 0 വാല്യൂ അറിയെങ്കിൽ നമുക്ക് എപ്സിലോൺ 0 വാല്യൂ കാണാം. ഇത് ഓർത്തിരിക്കേണ്ട വാല്യൂ ആണ്. എത്രയാണ്? 8.854 into 10 raised to minus 12 Coulomb square Newton inverse meter square inverse. And it is known as permittivity of free space or absolute permittivity or permittivity of air or permittivity of vacuum. ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്നും പറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് എപ്സിലോൺ 0. ഓക്കെ, ദാറ്റ് ഇസ് കേസ് ഓഫ് പെർമിറ്റിവിറ്റി ഇൻ എയർ. അത് വെച്ചിട്ട് കെയുടെ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്ത വാല്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 1 by 4 pi epsilon 0 എന്നുള്ളതിന് പകരം if the experiment is done in air, okay, or vacuum, then you can directly write 9 into 10 raised to 9 Q1 Q2 by R square എന്ന് എഴുതാൻ പറ്റും. Okay, and if it is in another medium, എങ്ങനെ നമ്മൾ കൂളംസിൽ എഴുതും അതാണ് ഇനി പറയാൻ പോകുന്നത്. Okay, so in air, force between two charges 1 by 4 pi epsilon 0 Q1 Q2 by R square. Let it be equation number 1. In a medium other than air, medium എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ചാർജസ് വെച്ചിരിക്കുന്ന ആ ചാർജുകൾക്കിടയിലുള്ള സ്പേസിൽ എന്താണോ മെറ്റീരിയൽ ഉള്ളത് അതൊരു ഇൻസുലേറ്റിംഗ് മീഡിയ ആയിരിക്കണം, കണ്ടക്റ്റിംഗ് മീഡിയ ആവരുത്. എന്താ കാര്യം? കണ്ടക്റ്റിംഗ് മീഡിയയിൽ ഈ ചാർജസ് ആ ബോഡിയിലേക്കോ കണ്ടക്ട് ചെയ്ത് പോകും, പിന്നെ ഈ ബോഡിയിൽ ആ ചാർജ് നിൽക്കില്ല. അതുകൊണ്ട് ചാർജ്ഡ് ബോഡിയുടെ ഈ രണ്ട് ചാർജ്ഡ് ബോഡീസിനെ വെച്ചിരിക്കുന്നത് ഏത് മീഡിയത്തിലായിരിക്കണം? ഇൻസുലേറ്റിംഗ് മീഡിയത്തിലായിരിക്കണം. ഓക്കെ, ഈവൻ ഹ്യൂമിഡ് എയർ പോലും പറ്റില്ല, കാരണം ഹ്യൂമിഡ് എയർ ഈസ് കണ്ടക്റ്റിംഗ്. അപ്പോൾ ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലത്ത് പോലും ഈ എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമിഡ് എയർ ഈസ് കണ്ടക്റ്റിംഗ്. അപ്പോൾ അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് എക്സ്പീരിമെൻറ്റ്സ് കറക്റ്റ് റിസൾട്ട് തരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ Q1 Q2 എന്നുള്ള ചാർജസ് ആർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചാർജ് ആണ് ചാർജ്ഡ് ബോഡി സെപ്പറേറ്റ് ചെയ്താൽ in a medium, if it is in air, the equation is like this. If it is in a medium, F medium is equal to, നോക്കൂ കോൺസ്റ്റന്റ് മാറുന്നു, 1 by 4 pi instead of epsilon 0 we have epsilon, okay, into Q1 into Q2 by R square. Okay, 1 by 4 pi epsilon Q1 Q2 by R square. Let it be equation number 2 in a medium. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യാന്നാൽ ഫിസിക്സിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. എഫ് എയർ ബൈ എഫ് മീഡിയം, ഓർ തിരിച്ചും ചെയ്യാവേ. എഫ് എയർ ബൈ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ബൈ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു, ഈ രണ്ട് ഇക്വേഷൻസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഇത് കോമൺ ആണ്, പിന്നെ ആകെ ബാക്കിയുള്ള 1 by 4 pi epsilon 0, ഇവിടെ ഉള്ളത് 1 by 4 pi epsilon, റൈറ്റ്? 1 by 4 pi epsilon. അപ്പോൾ എന്താ വരിക? നമുക്ക് എന്താ വരിക നോക്കൂ, epsilon by epsilon 0 എന്ന് വരും. ഓക്കെ, എഫ് എയർ ബൈ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു epsilon by epsilon. Epsilon 0 is a constant. It's a value for air, permittivity of air or free space. And epsilon, it is different for different. ഈ epsilon വാല്യൂ ഓരോ മീഡിയത്തിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊരു റേഷ്യോ ആണല്ലോ, ഇത് റിലേറ്റീവ് വാല്യൂ. അതുകൊണ്ട് ഈ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 വേറൊരു സിമ്പൽ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് epsilon r is known as relative permittivity, or it is otherwise represented by a symbol small letter k. Okay, k എന്നുള്ള സിമ്പൽ യൂസ് ചെയ്തും റെപ്രസെൻറ്റ് ചെയ്യും. ആൻഡ് epsilon r or k is known as relative permittivity. Okay,
റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയും. വേറെ പേരുകൂടി പറയും ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു ഇൻസുലേറ്റേഴ്സിന് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തുകൂടി പറയും? ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസ് ഓർ ഡൈഇലക്ട്രിക്സ് എന്ന് പറയും. അപ്പോൾ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാലും ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. രണ്ട് സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്, എപ്സിലോൺ ആർ ഓർ കെ. അപ്പോൾ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് എ റേഷ്യോ ഈസ് നോൺ ആസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കൂ. അപ്പോൾ എഫ് എയർ ബൈ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഓർ കെ. ദെൻ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം അതാണ്. ദെൻ എഫ് മീഡിയം എന്തായിരിക്കും? എഫ് എയർ ബൈ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. റെഡി? ദെൻ എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ബൈ കെ ഓർ എപ്സിലോൺ ആർ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ബൈ എപ്സിലോൺ ആർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫോർ എയർ എപ്സിലോൺ ആർ വാല്യൂ ഇസ് 1. For water is an insulator. Pure water is an insulator. Epsilon R value is dielectric constant or relative permittivity is nearly 80. Okay. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, for all insulating medium epsilon R is greater than 1. Right? വാട്ടറിനാണ് ഹൈസ്റ്റ് വാല്യൂ ആണ്, ഹൈ വാല്യൂ ആണ്, 80 ആണ്. ഓക്കെ, ഇപ്പോൾ ഇതിലും നോക്കി നോക്കൂ. അപ്പോൾ എഫ് മീഡിയം എന്നുള്ളതിന് പകരം ഈ രണ്ട് ചാർജസിന്റെ ഇടയിൽ വാട്ടർ ആണെന്ന് ഇരിക്കുക. അപ്പോൾ എഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ വാട്ടർ. വെള്ളത്തിൽ ഈ രണ്ട് ചാർജസ് വെച്ചു. വെള്ളം ഇൻസുലേറ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പ്യൂർ വാട്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ടറിലുള്ള ഫോഴ്സ് എത്രയായിരിക്കും? എഫ് എയർ ബൈ 80 എന്നാണ്. എന്താ അതിൻ്റെ മീനിങ് ഒന്ന് ആലോചിച്ച് പോകും. ഓക്കെ, വാട്ടറിൽ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, എയറിൽ അതേ രണ്ട് ചാർജുകൾ അതേ ഡിസ്റ്റൻസിൽ വെച്ചാലുള്ള ഫോഴ്സിൻ്റെ എത്രയുണ്ടാവുള്ളൂ? 1/80. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 1/80 ഉണ്ടാവും. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ഉണ്ടാവുക എയറിലായിരിക്കും. വേറെ ഏത് മീഡിയത്തിൽ യൂസ് ചെയ്യുമ്പോഴും, ഡയലക്ട്രിക് മീഡിയം ഇൻസുലേറ്റിംഗ് മീഡിയം യൂസ് ചെയ്യുമ്പോഴും ഫോഴ്സ് കുറയാണ് ചെയ്യുക. ബിക്കോസ് എഫ് മീഡിയം ഇസ് ഈക്വൽ ടു എഫ് എയർ ബൈ എപ്സിലോൺ ആർ. ദിസ് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ഓൾവേസ് ദ ഫോഴ്സ് ഇൻ എ മീഡിയം വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഇൻ എയർ. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ട് ചാർജുകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുക ഏതിലായിരിക്കും? എയറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, NaCl is easily soluble in water than any other solvent. Why? വാട്ടറിൽ നമ്മൾ ബെൻസീൻ, ആൽക്കഹോൾ എക്സെട്ര എടുത്തു കഴിഞ്ഞാൽ വാട്ടർ, ഇതിലെല്ലാം NaCl നമ്മൾ ഡിസോൾവ് ചെയ്ത് ഏറ്റവും കൂടുതൽ സോല്യൂബിൾ ആവുന്നത് വാട്ടറിലാണ്. എന്താ റീസൺ? സിമ്പിൾ റീസൺ. NaCl ഡിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? Na+ ആവുക, Cl- ആവുക. അപ്പോൾ അത് ഡിസോൾവ് ചെയ്യാതിരിക്കാൻ എന്താ? NaCl ആയിട്ട് തന്നെ നിൽക്കുക. Na+ഉം Cl- തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് NaCl ആയിട്ട് നിൽക്കും. പക്ഷെ വാട്ടറിൽ Na+ഉം Cl- തമ്മിലുള്ള അട്രാക്ഷൻ എത്ര കുറയും? 1/80 ആയിട്ട് കുറയും ദാൻ എനി അതർ സോൾവെന്റ്. ഓക്കെ, ബെൻസീൻ, ആൽക്കഹോൾ എക്സെട്ര. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ വാട്ടറിലാണ് ഏറ്റവും കൂടുതൽ ഡിസോൾവ് ചെയ്ത് നിൽക്കുക NaCl. അപ്പോൾ NaCl ഏറ്റവും കൂടുതൽ വാട്ടറിൽ സോല്യൂബിൾ ആകാൻ കാരണം വാട്ടറിൽ ആ ഫോഴ്സ് 1/80 ആയിട്ട് കുറയും, മറ്റുള്ള സൊല്യൂഷനേക്കാളും കുറയും. ഇതാണ് റീസൺ. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ കൂളംസ് ലോ. ആൻഡ് കൂളംസ് ലോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഫോഴ്സ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. ആ ഫോഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോ മീഡിയത്തിലും ആ ഫോഴ്സിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ്. ആ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഏതിലായിരിക്കും? എയറിലായിരിക്കും. സോ ദാറ്റ് ഈസ് ഐഡിയ കൂളംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്.